ഇല്ല എനിക്ക്. ഞാൻ ആദ്യമേ ഒരു തലവേദനയൊക്കെ എടുത്ത് പ്രാന്തെടുത്താൽ വന്നത്. ഇന്ന് ഗെയിം കയറണോ? നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇന്ന് നിർത്തിയാലോ? ഞാൻ ആർപ്പി കളിക്കാന്നൊക്കെ വിചാരിച്ച് വന്നതാ. സിറ്റിയും ഡൗൺ ആണ്. ഈ ഒടുക്കത്തെ തലവേദന ഇന്ന്. ലോറി ഡ്രൈവ് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല ബ്രോ. എനിക്ക് പുതിയ റൂമൊക്കെ എടുത്തിട്ട് ഞാൻ വീണ്ടും ഞാനൊരു സ്റ്റിയറിംഗ് വീലൊക്കെ നാട്ടിലത്തേക്ക് ഒരു സ്റ്റിയറിംഗ് വീല് മേടിക്കുന്നുണ്ട്. അപ്പോൾ മേടിക്കുന്ന സമയത്ത് അത് സെറ്റാക്കിയിട്ട് ചെയ്യാം. ഹായ് ചാച്ചു, എന്താ ലേറ്റ് ആയത്? 10 മണിയായല്ലോ. ഓക്കെ. കളിക്കണ 15 മിനിറ്റ് കൊണ്ടടിച്ചിട്ട് പോകുന്നു. എടാ അതല്ല, ഇന്ന് ഒടുക്കത്തെ തലവേദന. ഇന്ന് ഞാൻ വരണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ പിന്നെയും നിങ്ങളുടെ അടുത്ത് സ്റ്റാറ്റസ് ഇട്ട് പോയല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്കിനും ഒടുക്കത്തെ തലവേദന. ലൈവ് ഇടാനുള്ളൊരു മൂടേ അങ്ങ് പോയി. ഗെയിം ഇൻട്രൊഡക്ഷൻ ഗൈസ്. നല്ലൊരു ഗെയിം സജഷൻ പറയുന്ന ചന്ദ്രൻ വന്നു. 700 മീറ്റർ 20 മിനിറ്റ്. ഹലോ, കളിക്കുന്നുണ്ടോടാ? എടാ ഇന്നിപ്പോ നീ എന്താ റെസ്റ്റ് എടു, നമുക്ക് നാളെ കളിക്കാം. നാളെ സെർവറിന്റെ ഇന്ന് ചോദിച്ചിട്ട് എന്താ നോക്കിട്ട് ക്ലിയർ ചെയ്യാം. നീ ഒറ്റ കളിക്കണോ? ഒറ്റയ്ക്ക് ഞാൻ എക്സ്പേർട്ട് മോഡ് തീർന്നു. നല്ല നല്ല ഐശ്വര്യായിരുന്നു വന്നേട്ടെ. അപ്പോഴേ 20 മിനിറ്റ് കയറിയണ്ണ 700 സംതിങ് മീറ്റർ ഉണ്ട് കയറി. ഓ വലിയ കാര്യം. എടാ ഡ്രൈവറെ കണ്ണാപ്പി, അടുത്ത നല്ലൊരു ഗെയിം പറ. അതായത് ഈ പാർട്ടി ആനിമൽസ് നമുക്ക് കണ്ടിന്യൂസ് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം. അണ്ണാ അത് റിവീൽ ചെയ്യട്ടോ, ഞാൻ റിവീൽ ചെയ്യട്ടെ ഗെയിം. റിവീൽ ചെയ്യണോ? വേണ്ട, നമുക്ക് കളിച്ചു തുടങ്ങാം. കളിച്ചങ്ങ് തുടങ്ങാല്ലേ? റിവീൽ ചെയ്യണോ ഗൈസ്? റിവീൽ ചെയ്യണോ? വേണ്ട, റിവീൽ ചെയ്യാതിരിക്കണോ നല്ലത്. നമുക്ക് കളിച്ചു തുടങ്ങാം, അതാ നല്ലത്. ഒരു ഇതിട്ടിട്ട് കളിച്ചു തുടങ്ങാം. ഞാനൊരു കാര്യം പറയാം. RP 3 ദിവസം ആഴ്ചയിൽ ചെയിൻ ടുഗദർ പോലെ കണ്ടിന്യൂസ് ഇരിക്കണ്ട. എനിക്ക്. അതായത് ഇത് കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റിയ ഗെയിം അല്ല. അതാ പറഞ്ഞത്, നമുക്ക് ഇൻ ബിറ്റ്വീൻ ചെയ്യാം ഗൈസ്. RP ഇത് മുട്ടൻ കോമഡി ഗെയിം. ലൈവ് വരത്തില്ല മാത്രം നിങ്ങൾ പറയരുത്. ദുബായിൽ വന്നിട്ട് ഞാൻ റെഗുലർ ആണ്. ഞാനിപ്പോൾ റെഗുലർ ആണ്. ഒരു ദിവസം RP, ഒരു ദിവസം ഈ ഗെയിം, ഒരു ദിവസം RP, ഒരു ദിവസം ഈ ഗെയിം. അങ്ങനത്തെ രീതിയിൽ വരാം. BGMA എനിക്ക് കളിക്കണം സായിപ്പിൻ്റെ കൂടെ. പ്രോപ്പ് ഫണ്ട് ഒരു കിടിലൻ ഗെയിമാണ്. പ്രോപ്പ് ഫണ്ട് കിടില, പക്ഷെ അതിന് ആള് വേണം. മനസ്സിലായ? എത്ര പേര് വേണം കളിക്കാൻ? അതിന് 4 പേരെ കേട്ട് കളിച്ചു കഴിഞ്ഞാൽ ബോറായിരിക്കും. ഒരു മിനിമം ഒരു 10, 12, 13 പേര് വേണം. TV മൊത്തം ഉണ്ടെങ്കിൽ രസമായിരിക്കും. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഇത് ആഴ്ച ഒരിക്കലല്ലേ, വൺ ടൈം കളി. ആഴ്ച ഒരിക്കലല്ലേ, മാസത്തിൽ ഒരിക്കലല്ലേ, 2 ആഴ്ച കൂടുമ്പോ ഒരിക്കലും കളിക്കാൻ പറ്റിയ ഗെയിമാണ്. അണ്ണാ ഞാൻ പറ VR കുറച്ച് ഗെയിം ഉണ്ട്. മൾട്ടിപ്ലെയർ ഉണ്ടോ? പിന്നെ എന്റെ ലൈവ് കാണുന്നില്ല അണ്ണാ. ഇത് പ്രോപ്പ് ഫണ്ട് ഞാൻ നോക്കി വെക്കട്ടെ ഗൈസ്. ഇതാണോ പ്രോപ്പ് ഫണ്ടർ ആണോ? ഇതാണോ സാധനം? അല്ല ഇത് വേറെന്തോ ആണിത്. പ്രോപ്പ് ഫണ്ട് 300. സ്പെല്ലിംഗ് പറഞ്ഞ PROP ആണോ? PROP സ്പേസ് 100 349 രൂപയുടെ റെഡ് 349. ഇതാണോ പ്രോ ഫണ്ട്? ഇതാണ് പ്രോ ഫണ്ട്. ഇത് ഇല്ല, ഇത് ഒറിജിനൽ പ്രോ ഫണ്ട് അല്ല. പക്ഷെ നമുക്ക് ഇതാണ് എന്റെ ലൈവ് നോക്കണ. ഈ ഗെയിം വേണോ? നിങ്ങൾ പറ, കണ്ടു നോക്കിട്ട് പറ. ഇത് വേണോ? പ്രോ ഫണ്ട് നൈസാ. ഇതല്ല, Gmod പ്രോ ഫണ്ട്. അതാണ്. ഏതാ? Gmod പ്രോ ഫണ്ട് അതാണ് സാധനം ഒറിജിനൽ. മറ്റേ വീഡിയോ കാണത്തില്ല Gmod. അണ്ണാ VR കളിക്കാൻ പറ്റിയൊരു ഗെയിം ഉണ്ട്. കനോജോ. KANOJO. ഇത് തന്നെയാ പ്രോ ഫണ്ട്. Gmod ഇല്ല. VR കനോജോ. ഇതെന്ത് സാധനം? അത് ഐഷോ സ്പീഡ് ലൈവ് കളിച്ച. ഇത് സീനാണ് അണ്ണ. 80+ ആണ്.
നോക്കട്ടെ സാധനം പേര് പറഞ്ഞേ. തുണ്ട് വി ആർ കനോജോ VR KA NOJO. ചില്ലറ കഴയല്ല ഇത്. കനോജ്. ഇത് തൊപ്പി കളിച്ചായിരുന്നില്ല ഒരിടക്ക്? ഇല്ല തൊപ്പി കളിച്ചില്ല, തൊപ്പിയുടെ വി ആറില്ല, ഇത് സ്പീഡാണ് കളിച്ചത്. സ്പീഡാണ് കളിച്ചാ? ഓ ഇത് കളിച്ച കിക്ക് കൊണ്ടുപോവോ? അല്ല ഇല്ല എങ്ങനെ കൊണ്ടുപോവാൻ? തൊപ്പി അല്ല സ്പീഡ് യൂട്യൂബിലാ കളിച്ചത്. ഇത് ഇത് പ്രോപ്പർ തുണ്ടാണോ ഇത്? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇത് എല്ലാം കളിച്ചില്ല. നടത്താം. തുണ്ടാണ് നടക്കില്ല. എല്ലാം- വേണ്ട വേണ്ട വേണ്ട. അത് വേണ്ട അണ്ണാ, ഗെയിം ഒന്ന് മേടിച്ചു തരുമോ? ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ പറയാം, എന്നിട്ട് നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാം. നിനക്ക് മറ്റേ കാശിന് കുഴപ്പമില്ലാത്ത ആളല്ലേ നീ? നാളെ ഒരു കാർഷിക ലോൺ അപ്ലൈ ചെയ്തിട്ട് VR കനോജോ മേടിക്കാനാണെന്ന് ബാങ്ക് മാനേജറിനോട് പറ. മാനേജർ എനിക്കൊരു കനോജോ മേടിക്കണം, എനിക്കൊരു കനോജോ മേടിക്കണം. സ്റ്റീവി മാത്രം EMI ഓപ്ഷൻ ഇല്ല, സ്റ്റീവി മാത്രം. ബാക്കി എല്ലാ സൈറ്റിലും ഉണ്ട്. സ്റ്റീമിൽ EMI അവന്മാര് കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. അയ്യോ, കനോജോ ഒക്കെ കളിച്ചോണ്ടിരിക്കുമ്പോ വീട്ടുകാർ വന്ന് പിടിക്കുന്ന അണ്ണാ ഞാൻ ജസ്റ്റ് കണ്ണാപ്പി നോക്കുമ്പോ ടേബിളിലൊക്കെ ഒരേ അടി ഇറങ്ങ താളി അപ്പം തന്നെ പിടിച്ചിറക്കും. വീട്ടുകാരെ കൊണ്ടുപോടാ. എനിക്ക് കളിക്കാൻ പറ്റത്തില്ല എന്തായാലും. പണ്ടൊരു സമയത്തേക്ക് നമ്മുടെ ഇവനെ നിങ്ങളെ നമ്മുടെ വിശ്വസതീശൻ. എടാ നിനക്ക് ഇതൊക്കെ കൊണ്ടിട്ട് നീ സ്റ്റീം VR ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഇതുവരെ? ഉണ്ട് സ്റ്റീം VR ഡൗൺലോഡ് അതിന്റെ. അണ്ണ ഇത് സംഭവം എന്താണെന്നറിയാവോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേർക്ക് ഒരു 4 കട ഇട്ട് കൊടുക്കും. മൾട്ടിപ്ലെയർ ആണോ? ഓർഡർ വന്നോണ്ടിരിക്കും. അപ്പൊ എന്റെ ഫ്രണ്ടിൽ ഇപ്പം ഞാൻ രായണ്ണ കളിക്കണം, എന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് രായണ്ണന്റെ കട കാണും, റൈറ്റ് സൈഡിലായിട്ട് ഇപ്പം ചന്ദ്രന്റെ കട, അണ്ണന്റെ കട. മനസ്സിലായോ? നമ്മള് പെട്ടെന്ന് ഞാൻ ഡെമോ കാണിക്കട്ടെ ഇത് കളിച്ച്. സെറ്റ് ആയിരിക്കും കേട്ടോ, അത് കൊള്ളാം. കട നമുക്ക് സുലൈമാനി കട ഇരിക്കാമല്ലോ, ഇരുന്നാലോ? ഇത് ജസ്റ്റ് ഇത് വിഷയമാണെന്നാ, ഇത് ഇച്ചിരി വിഷയമാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. സ്ക്രീൻ കാണല്ലോ. ഇല്ല, ഞങ്ങൾക്ക് ഇത് മാത്രം കാണുന്നേ, ഇത് സ്റ്റീമിന്റെ ഇതാ കാണുന്നത്. ആ അണ്ണാ നിക്ക് ഓണാക്കിയുള്ളൂ, VR ഓണാക്കിയുള്ളൂ. ഓക്കെ, ഞാനേ ശരി പൊറോട്ട ഒക്കെ ഇറങ്ങിയിരിക്കട്ടെ. എടാ സ്ക്രീൻ മാറ്റിട്ട് പോടാ. ഇല്ല റെഡിയാക്കുന്നില്ല. VR കണക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ. സംതിങ് കുക്കിംഗ് എന്ന് സത്യം. ഇതുകൊണ്ട് ഇതിന്റെ തന്നെ സെയിം ജോബ് ചെയ്യുന്നതുണ്ട്. എന്ത് ജോബ്? ഞാൻ പറഞ്ഞ VR ബോക്സിംഗ് കളിക്കാം, ചവിട്ട് എടുത്ത എല്ലാത്തിനും. ബോക്സിംഗ് കണ്ടിന്യൂറ്റി ഉള്ള ഗെയിം അല്ല, കണ്ടിന്യൂറ്റി ഉള്ള ഗെയിം കളിക്കണോടാ നമുക്ക്. അടുത്ത അതാ വേണ്ടത്. ഇതൊക്കെ ഇടക്കിടക്കൊക്കെ കളിക്കാം, ഇത് ഇടക്കൊക്കെ സ്ട്രീം ചെയ്യാം. ഇതൊരു ഇടയ്ക്ക് സ്ട്രീം ചെയ്യുന്ന ഇതൊരു വാശിപ്പോരാട്ടാണ്. മനസ്സിലായി? ജയിക്കുന്ന ഒരു ആള് മനസ്സിലായ? ഇതെന്തോ കടയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം ഉള്ളവർ ജയിച്ചോ? ഇത് കടല് കറക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നവര്. അണ്ണനിപ്പൊ കാണിച്ചല്ലേ, ഇപ്പൊ ഓണാന്നേ ഉള്ളു VR. പെരഞ്ഞേട്ടാ VR. നിന്റെ ക്വസ്റ്റ് 3 ആണോ ഇരിക്കുന്നേ? ഓ എന്റെ ക്വസ്റ്റ് 3 സാധനം പോണം. അല്ല 2 ഇറങ്ങിയല്ലോ. 3 ഇറങ്ങി. 3 രായണ്ണന്റെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നിന്റെ 2 അല്ലടാ ഇരിക്കുന്നേ? എന്റെ 2 ആയിരിക്കുന്നത്, പക്ഷെ നാട്ടില. ഇല്ലല്ല, ഞാനിവിടെ 3 ഒരെണ്ണം എടുത്തോളാം, കുഴപ്പമില്ല. ഞാൻ 3 കാണുന്നുണ്ടോ? കാണാം. ഇതാണ് കണ്ടാ ഇതില് സിംഗിൾ. ഇപ്പൊ എനിക്ക് സിംഗിൾ പ്ലെയർ, അതായത് ഇവിടെ മൾട്ടിപ്ലെയർ ഉണ്ട് കണ്ടാ. മറ്റേ ഇത് എടുത്ത് ഞാൻ റൂം ക്രിയേറ്റ് ചെയ്തെടുത്ത. അതെ, നമുക്കിപ്പോ അമേരിക്കൻ ഫുഡ് ഉണ്ടാക്കാം. ഇത് നമ്മളിങ്ങനെ വരുമ്പോ അതെ എന്റെ കടയാണ്, ഇതെന്റെ കട. ഇതുപോലെയാണ് അണ്ണന്റെ കട. ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് വരും, ഇവിടെ ഈ സൈഡിലായിട്ട് ഓരോരുത്തരുടെ കടയൊക്കെ വരും. ഇപ്പൊ ഒരു ബർഗറൊക്കെ എടുത്ത് കണ്ട ഒരു തലക്കേക്ക് എടുത്ത് പൊരിയൊക്കെ വെച്ച്
ഫ്രഞ്ച് ഫ്രൈസ്. അയ്യോ കഴിച്ചു പുറം താഴെ പോയി. അത് കുഴപ്പമില്ല, ഫുഡായാലും കഴിച്ചോളൂ. ഇതാണ് ഉണ്ടാക്കുന്നത്. സവാള അരിയ, സവാള എടുക്കുക. ഇത് nice സാധനമാണത്. വീട്ടിൽ വീട്ടിൽ ഒരെണ്ണം കരിഞ്ഞു പോയി. നീ തിന്നെ. ഇത് ചീസ്. എടാ, കണ്ണാപ്പി നിന്റെ പ്രശ്നം എന്തിന്? കുഴപ്പമില്ല, അത് വീണ്ടും വെക്കാം. വീണ്ടും വെക്കാം. വിഷയമില്ല. നമ്മള് നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ്സ് ആണ് ഇവിടെ സെർവ് ചെയ്തത്. വെജുകാരി എടുക്കണെങ്കി നൈസ് ആയിട്ട് കണ്ണിൽ കൂടെ വെള്ളം വന്നാണ്. ആർക്കൊക്കെയാണ് വേണ്ടത്? വീണ്ടും കൊട്ട എല്ലാം കൂടെ ചിക്കൻ റെഡി. ഓർഡർ റെഡി. സാധനം കൊള്ളാടാ. ഓ ഇരുന്ന 5.5 കിലോ ചിക്കൻ മീൻ താഴെ പോയി. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്. ജ്യൂസ്. ജ്യൂസ് ഇങ്ങനെ ഇരിക്കുക. അത് നമ്മൾ തന്നെ കുടിക്കുക ആദ്യം. അടുത്ത വെക്കുക. മറ്റേ മൊത്തം കണ്ണാപ്പി. കസ്റ്റമേഴ്സിന് ഇറങ്ങണം. ഇത് ചീത്തയായി പോട്ടാ. അവൻ അവിടെ കഴിച്ചോണ്ടിരിക്കുക. പ്ലേറ്റ് എവിടെ? പ്ലേറ്റ് ഇല്ല, ഇതിലോട്ട് തട്ടിയിടാം. ലെഫ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരൊറ്റ എറി വിടുന്നു. അപ്പുറത്തെ രണ്ടുപേരും ഇരിപ്പുണ്ട്. ചിക്കൻ ബർഗർ എടാ ഇത് കൊള്ളാടാ, ഇത് കൊള്ളാം. നീ ഇവിടെ കയറി കോരി പറ്റുന്നില്ലേ? പറ്റില്ലേ പണിക്കൊന്നും. എന്താ അതിന്റെ സോസ്? വെറൈറ്റി ഡിഷ്. കണ്ണാപ്പി ഇത് കൊള്ളാടാ. ഇത് കണ്ണാപ്പി നമുക്ക് രണ്ടുപേർക്കും ഇത് ഉണ്ടാക്കടാ. 4 പേരുടെ സെറ്റ്. ചന്ദ്ര വരുന്നോ? അല്ല ഇന്നല്ല ശരിക്കും സാധനം മേടിക്കണം. ഇത് കളിക്കാം, ഇത് സെറ്റാക്കാം. അതുപോലെ വേറെ ഉണ്ട്. ടെന്നീസ് ഉണ്ട്. ടെന്നീസ് നോക്കട്ടെ. ചിരിച്ച് നെഞ്ച് ഇതായി പോയി. ടെന്നീസ് ഇതാണ് ടെന്നീസ്. അണ്ണാ അത് കളിയല്ല, അത് വിഷയം. ഈ കട കൊറേ കിഡിലെ ഗെയിം ഉണ്ടോ? കിഡിലെ ഇങ്ങനെ ഫണ്ണി ഗെയിംസ് ഉണ്ട് കൊറേ. അണ്ണാ വിഷയ സാധനങ്ങളുണ്ട്. ഇത് ഇപ്പഴത്തെ കടയിൽ അപ്പുറത്തെ കടയിൽ എറിയാ പിടിച്ചിട്ട്. കണ്ണാപ്പി പറഞ്ഞാ ലൈവ് ഇടാ ഒന്നുമില്ല. ഡിസ്പ്ലേ ക്യാപ്ചർ എടുത്താൽ അല്ലല്ല സ്ക്രീൻ കണക്ട് ചെയ്യണ്ടേ? ഒന്നും കണക്ട് ചെയ്യണ്ട. നിന്റെ സ്ക്രീൻ വെറുതെ കാണിച്ചു കൊടുത്താ മതി. ആ വിൻഡോ ക്യാപ്ചർ ഇട്ടാ മതി. വിൻഡോ ബോറടിക്കും കുറച്ച് കഴിഞ്ഞാടാ. ഒരു ദിവസത്തേക്കൊക്കെ സ്ട്രീം ചെയ്യുന്ന ഗെയിംസ് ആണ് ഈ പറയണേ. ഒരു ദിവസം ക്ലബ് നടന്നു. നീ ഇപ്പൊ എണ്ണിട്ട് ഇരിക്കുവാണോ നിക്കുവാണോ? ഞാൻ നിക്കുവാണ. ഇപ്പൊ ഇതിലൊരു പ്രത്യേകത ഞാൻ ഓപ്പോസിറ്റ് വരുന്ന പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒറിജിനലാ. ഇന്നാരും കളിക്കാല്ല കേട്ടാ. ഇല്ലേ സാറിന് കോർട്ടൊക്കെ അറിഞ്ഞിരിക്കുന്നതാണെന്ന്. ഇടയ്ക്ക് ആ വാതിൽ വഴി രായണ്ണം നടന്നു വരുന്നതാണ്. ഇന്ന് ഒറ്റ മനുഷ്യന് കളിക്കാല്ല കേട്ടാ. സാറിനിവിടെ ഫുള്ളാണെന്നാ. ഇത് ഓൺലൈൻ ആണോ? അതിന് അണ്ണ ഇത് റിയൽ പ്ലേയേഴ്സ് ആണ് ഓപ്പോസിറ്റ് വരുന്നത്. ഇന്നാരും ഇല്ല കളിക്കാന്ന്. ഇത് രായണ്ണം ഉണ്ടായിരുന്നു ഇപ്പൊ കയറി വന്നേനെ. അല്ല റിയൽ പ്ലേയേഴ്സ് ആണ് ഇത് കളിക്കുന്നത്. സത്യം ട്രോളൊക്കെ കഴിഞ്ഞ് അണ്ണ ഇത് റിയൽ പ്ലേയേഴ്സ് ആണ് കയറി വരുന്നത്. സത്യമായിട്ട് ഇതൊരു ഓൺലൈൻ മറ്റേ TDM-ലൊക്കെ നിക്കത്തില്ല മറ്റേ വെയിറ്റ് ചെയ്യും നമ്മൾ മറ്റേ PUBG ഇല്ലേ ലോബി പോലെ. അവിടെ പോയിട്ട് അതുപോലെ ഇവിടെ വല്ല ഓൺലൈൻ പ്ലേയേഴ്സ്. പക്ഷെ ഇന്ന് പ്ലേയേഴ്സ് ആരും ഇല്ല. ഇതും VR ആണ്. കട വിഷയം കേട്ടാ. ബർഗർ സീന്
അത് ഇവര് പറഞ്ഞ പോലെ എടാ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും, പക്ഷെ ഒരു ദിവസമൊക്കെ കളിക്കാൻ അടിപൊളിയായിരിക്കും. ഒരു ദിവസം അണ്ണ ഈ VR പ്രശ്നം വെച്ചാൽ 1 മണിക്കൂർ സ്ട്രീം ചെയ്യാൻ പറ്റൂ. അതെന്താ? അല്ല അപ്പഴത്തെ കണ്ണ് വേനെടുക്കും അണ്ണ, ഓ, മനസ്സിലായോ? അത് 1 മണിക്കൂറല്ല, 2 മണിക്കൂർ കളിക്കാം. ഒരു 2 മണിക്കൂർ കളിക്കാം, 2 മണിക്കൂർ കളിക്കാം. 2 മണിക്കൂറൊക്കെ കളിക്കാം, അതിൽ കൂടുതലൊന്നും പറ്റൂല. VR ഭയങ്കര സീനാ, കണ്ണ് ഭയങ്കരമായിട്ട് വേദന എടുക്കും. കണ്ണ് പോവും. കണ്ണാവി സത്യം പറഞ്ഞ ചിരിച്ച് ചത്ത വെറുതെ തന്നെ തലയിലോട്ടൊരു ബർഗറിന്റെ പാറ്റി എടുത്ത് എനിക്ക് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു അത്ര നേരം. അതല്ലണ്ണാ, മറ്റേ കരിഞ്ഞ ചീത്തായ സാധനം അപ്പുറത്തെ പ്ലേറ്റിലോട്ട് എറിഞ്ഞാണ്ട. അത് വിഷയം ഒന്നാലോചന 4 പേര് 4 സൈഡിൽ നിന്ന് മറ്റേ മത്സര. ഇതുപോലെ കൊറേ കിഡിലും VR ഗെയിം ഉണ്ടോ, കൊറേ കിഡിലും VR ഗെയിം നീ കണ്ടുപിടിച്ചോ. ഇത് നമുക്ക് അടുത്ത ലൈവിൽ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് സ്ട്രീം ചെയ്യും. ഇത് മറ്റേത് വാങ്ങിക്കട്ടെ, Quest 3 എത്ര നോക്കട്ടെ ഇവിടെ റേറ്റ്. അണ്ണൻ നാട്ടിൽ ചെന്നിട്ട് സ്റ്റിയറിംഗ് ഉണ്ടല്ലോ, ഈ അസറ്റ കോർസ ഇല്ലേ? ഇതെനിക്കറിയാം. ഇത് ഞാൻ എടാ ഞാൻ ആ സ്റ്റിയറിംഗ് ഗെയിംസ് തുടങ്ങിയത് പോലും ഇത് കളിക്കാൻ വേണ്ടിട്ടാ. കുറച്ച് ഇവർക്ക് ഞാൻ അന്നേരമാണ് ദുബായിൽ വരുന്നത്. അതെനിക്കറിയാം, VR ഉണ്ട്, എനിക്കറിയാം. ഇത് വിഷയാണ്. എടാ അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, സെറ്റ് ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ബൈ. ഓക്കെ. ബൈ.